Check my walk and the talk, got me close to you. Got the shades and the cap with my uniform too. ായിട്ട് പോയിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് തിരിച്ചു വന്ന ഒരാളാണ് ജിഷിൻ മോഹൻ. എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാട്ടാ. അതെന്താ എന്താന്ന് അറിയില്ല. അപ്പം ഈ PR-ന്റെ ഏറ്റവും നമുക്ക് തെണ്ടിത്തരം എന്ന് പറയാവുന്ന ഒരു വേർഡ് യൂസ് ചെയ്ത് പറയാവുന്ന ഒരു കാര്യം ഇത് മാത്രമാണ്. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, കോടതി ഒന്നുമല്ലല്ലോ പേടിക്കൻ. 15 ലക്ഷം എന്ന് പറയുന്നൊന്നും ഇല്ല അല്ലേ? ഉണ്ടാവും. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ഈ ശാപം നിങ്ങൾക്ക് കിട്ടും PR-കാരെ. ഈ കാണിച്ച തെണ്ടിത്തരത്തിന് അത് ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ളത് കിട്ടും. എന്നെ തന്തയ്ക്ക് വിളിച്ചാലും ഞാനും ക്ഷമിക്കും കേട്ടോ. പക്ഷെ എന്റെ പ്രൊഫഷനെ ചോദ്യം ചെയ്താലുണ്ടല്ലോ. ഈ വോട്ടിംഗ് മുഴുവൻ എനിക്ക് തോന്നുന്നത് ഈ പൈസ കൊടുത്തിട്ടുള്ള വോട്ടിംഗ് മാത്രമാണ്. അല്ലാണ്ട് ജെനുവിനായിട്ട് ഇന്നയാള് ജയിക്കണം, ഞാൻ അയാളുടെ ഇതാണ് എന്ന് പറയുന്നിട്ട് വോട്ട് ചെയ്യുന്നവർ കുറവാണ്, വളരെ കുറവാണ്. ഇതാണ് കഥ. പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. PR കൊണ്ട് മാത്രം ഒന്നും ജയിക്കാൻ പറ്റില്ല. PR വേറെ കൊടുത്തവരുണ്ടല്ലോ, അവരൊന്നും ജയിച്ചില്ലല്ലോ. അവരൊക്കെ പല ആഴ്ചകളിലായിട്ട് അവർക്ക് ഔട്ടായിട്ടല്ലോ. അപ്പൊ എന്താ അത് PR നന്നായിട്ടുണ്ട്. ഈ പറയുന്ന ഹ്യൂജ് ആയിട്ടുള്ള വലിയ ഫാൻ ബേസ് ഉള്ള അവർക്ക് പൈസ കൊടുത്തിട്ട് അവരുടെ ഇതിലേക്കുള്ള ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അറിയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അറിയാം. PR കൊടുത്തവർക്കും നിൽക്കാൻ. PR കൊടുത്താൽ മാത്രം അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യണം. പോയി കടത്തുറങ്ങി കഴിഞ്ഞാൽ കിട്ടൂല. എല്ലാവരും പറയുന്നവരെല്ലാരും വോട്ട്. ഇവർക്ക് ഇതല്ലേ പണി? തീർച്ചയായും അതിന് വലിയ എമൗണ്ടിലുള്ള കളികൾ നടക്കുന്നുണ്ട്. എനിക്കറിയാൻ മേല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ.